നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നാടായി മാറിയെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. കേരളത്തിലേക്ക് മയക്കുമരുന്ന് വ്യാപനത്തിന് ഒത്താശ ചെയ്യുകയാണ് എസ്എഫ്ഐ നേതാക്കളെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നാടായി മാറിയെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന് ഒത്താശ ചെയ്യുകയാണ് എസ്എഫ്ഐ നേതാക്കളെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാരിന് ലഹരി മാഫിയകളോടാണ് പ്രതിബദ്ധത. കർശനമായ നടപടികളാണ് ആവശ്യം. പക്ഷേ ഇത് ആരോടാണ് പറയേണ്ടത്? ചെയ്യേണ്ടവർ അത് ചെയ്യുന്നില്ല. കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ വിട്ടത് ശരിയായില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ്. ആരായത് കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാ? എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണം. ആ പരിശോധന നടക്കുമെന്ന ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണം. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ആരോടാ പറയേണ്ടത്? ഏത് പൊട്ടനോടാ പറയേണ്ടത്? ഏത് മന്ത്രിയോടാ പറയേണ്ടത്? ഏത് മന്ത്രിയാണത് കേൾക്കുക? ഏത് മന്ത്രിയായി സഹായിക്കുക? ഏത് മന്ത്രിയാ അതിൽ പ്രവർത്തിക്കുക? ഒന്നും ചെയ്യില്ല. അവരൊക്കെ പ്രതിബദ്ധരാണ്. കഞ്ചാവും കള്ളും വിൽപ്പന നടത്താൻ പ്രതിബദ്ധരാണ്. ഇവിടെ കള്ളുഷാപ്പ് വർദ്ധിപ്പിക്കുക, കഞ്ചാവ് കൂടുതൽ വിൽപ്പന നടത്തുക, വരുമാനം ഉണ്ടാക്കുക, അതാണ് പ്രതിപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അവരെ രക്ഷിക്കുക എന്നതാണ്. ഞങ്ങൾ ആ ലക്ഷ്യമായി ഞങ്ങൾ മുമ്പോട്ട്. ലഹരിക്കും അക്രമത്തിനും എതിരെ മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഉപവാസം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ്എഫ്ഐ നേതാവ് മയക്കുമരുന്നുമായി പിടിയിലായിരിക്കുന്നു. മയക്കുമരുന്ന് വ്യാപനത്തിന് എസ്എഫ്ഐ നേതാക്കൾ ഒത്താശ ചെയ്യുകയാണ്. കർശനമായ നടപടികളാണ് ആവശ്യം. പക്ഷേ അത് ആരോടാണ് പറയേണ്ടത്? കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്നവൻ വിദ്യാർത്ഥിയാണോ? അവരെ വിദ്യാർത്ഥികളെന്ന് പറയാനാവില്ല. കഞ്ചാവ് വിൽപ്പനക്കാരോടാണ് സർക്കാരിന് പ്രതിബദ്ധത. കർശനമായ നടപടികളാണ് ആവശ്യം. പക്ഷേ ഏത് പൊട്ടനോടാണ് പറയേണ്ടത്? പ്രസിഡന്റ്, നമ്മുടെ ക്യാമ്പസുകളിലെ ഇത്തരം അപകടകരമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഇതിനെങ്ങനെ പ്രതിരോധിക്കും എന്ന അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ലല്ലോ. ഇപ്പൊ ഈ നടപടിയിലെടുത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്തില്ല. ഒരാളെ ജാമ്യത്തിൽ വിടുന്നത് ശരിയാണോ? ഒരു ഇത്രയും ഒരു നിർദ്ദിഷ്ടമായ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക, കേസെടുക്കുക, പേര് കള്ളാസില്ലാത്തൊരു കേസ് ചാർജ് ചെയ്യുക, എന്നിട്ട് അവരെ എല്ലാം കേസും അങ്ങനെ തന്നെയാണ്. CPM-ന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ. അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് പിന്നെ സസ്പെൻഷൻ ഇല്ല. അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിലത് എത്തിക്കണം എന്ന് മാധ്യമങ്ങളോടുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.